ഹലോ ഗൈസ്, വെൽക്കം ടു ബ്രേക്ക് ഗെയിമിംഗ്. അപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്നത് സോംബി ക്യാച്ചറാണ്. ശരിക്കും അതിനു മുന്നേ ഒരു കാര്യം പറയാം. എന്താണ് ഇത്ര നാളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇത്ര നാൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ പറയുക, അച്ഛൻ്റെ ഫോൺ ഭയങ്കര ഹാങ് ആയിരുന്നു. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്ര ചെറിയ കാര്യത്തിനാണോ ഇത്ര നാൾ ഇതെന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പറ്റണില്ല. ഞാൻ ഒരു ദിവസം തന്നെ 25 പ്രാവശ്യം ഈ ടൈമായിട്ടാണ് ഞങ്ങളുടെ അച്ഛൻ തരുന്നത്. അതിന് പോലും പറ്റണുണ്ടായിരുന്നില്ല. ടൈം ഫുള്ള് ഞാൻ അതിനു വേണ്ടിയായിരുന്നു ശ്രമിക്കണമായിരുന്നു. ഞാനത് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഞാൻ ലെവൽ ഇതായി. നമ്മൾ നോർമലായിട്ട് ഒരാൾ കളിക്കുകയാണെങ്കിൽ എങ്ങനെ കളിക്കണം എന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബീച്ച് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോസാണ്. ഈ ബോസിന് പോകുന്നത് 5 പ്രാവശ്യം ഇങ്ങനെ ജയിച്ചാൽ ഈ ബോസിനെ അടിക്കാൻ പോവാം. എൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ സിറിഞ്ച് എടുത്തു, കാണിച്ചു തരാം. ഇതങ്ങനെ വെപ്പൺ ഉണ്ടാവും. ലെവല ഈ ട്രാപ്പ് ഇടാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടില്ല. ഇങ്ങനെ ഉള്ള സ്ഥലത്തിന് പോയി ബ്രെയിൻ ഉണ്ടാവും. ഇത് വരുന്നവരിങ്ങനെ അറിയാം. ചിലവരിങ്ങനെ പടക്കട്ട ഇട്ടിട്ട് വരും. അവൻ പോട്ടെ, രക്ഷപ്പെടില്ലടാന്ന് കണ്ടോ. ഇതുപോലെ ഫസ്റ്റ് തന്നെ നമുക്ക് ജെറ്റ് പാക്ക് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ എന്തായാലും ഉപയോഗിച്ചേ പറ്റൂ. അത് നമുക്ക് വെരി വെരി യൂസ്ഫുൾ. അവൻ രക്ഷപ്പെട്ടു. ഉറക്കം ഇവിടെ എന്താ കാലൻ സോംബീസിന്റെ കാലൻ. എന്നിട്ട് ഇവരെ പിടിച്ച് ജ്യൂസ് അടിച്ചു. ഇപ്പം കുറച്ച് സീനാണ്. നിസാരണം അവൻ്റെ കയ്യിൽ ചുറ്റിട്ടുണ്ട്. അവനെടുത്ത് എറിയും. കണ്ടോ കൊണ്ട് നമ്മുടെ ബോധം 2 സെക്കൻഡിലേക്ക് പോകും. ആ സെക്കൻഡ് കൊണ്ട് അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ നോക്കും. ആ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിക്കാൻ കഴിയില്ല. ഓ കണ്ടോ, ഡബിൾ ക്യാച്ച് ചെയ്ത് ഞാൻ. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഗായ്സ്. വെറുതെ അല്ല സോംബി ക്യാച്ചറായിട്ട് വീഡിയോടാ. അവനെ ഇങ്ങനെ നോർമൽ ഇടുകയാണെങ്കിൽ കുറച്ച് ദൂരം പോകും. ഇങ്ങനെ ബട്ടണിക്ക് അമർത്തി പിടിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും ദൂരം പോകും നമ്മുടെ ഇത്. അതാണ് കളി. 8 എണ്ണം പിടിച്ചു. ശരിക്കും 9 എണ്ണമായിരുന്നു വേണ്ടത്. ഒരെണ്ണം ആർമർ ഇട്ടത് രക്ഷപ്പെട്ട് പോയില്ലേ. പിന്നെ ആ ഡ്രോൺ തപ്പു. ഇവിടെ എവിടെയാണ് സോംബി? 8 മിനിറ്റ് കഴിഞ്ഞാൽ എവിടെയാണ് സോംബി എന്നത് കണ്ടുപിടിക്കും. പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. നിങ്ങൾക്ക് 12, 13 ലെവലായി നോക്കാം. ഇല്ല, അത് ഇവിടെ നടക്കുന്നുണ്ടാവും. ഇതുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. ഇങ്ങനെ പോവുക, അവിടേക്ക് ഫൈറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ ഉള്ള ആയുധങ്ങൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കിട്ടും. ഓ വെള്ളം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സ്ഥലം ഈ വെള്ളം. പോയി ആദ്യം ദുഃഖന്മാരൊക്കെ കളയട്ടെ. ഇല്ലെങ്കിൽ ഉമ്മാർ നമ്മളെ എന്താ പറയുക സോംബിനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ആ പവർ ഫുള്ളാവണുണ്ട്. അതാണ് കൂടുതൽ ദൂരം പോവുക. ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക. പിടിച്ചു. ഫസ്റ്റ് ടൈം അവനെ പിടിക്കുന്നു. ഭയങ്കര പാടാണ് അവനെ പിടിക്കാൻ. പിന്നെ ബോള് ആ ചുറ്റിക്ക് പിടിക്കണില്ല. അവൻ്റെ വേറെ മോഡലാണ്. ഒരെണ്ണം ഇവിടെ ഒരു ബ്രെയിൻ ഇവിടെ ഇട്ടിട്ട് ഓ 2 എണ്ണത്തിന് ഒരുമിച്ച് പിടിച്ചു. ഭാഗ്യം. എന്താ ഷോക്ക് അടിക്കണത്? അല്ല, ഇവിടെ എന്തെങ്കിലും ഇല്ല. എല്ലാം ക്ലിയറായി നോക്കിയിട്ട് വേണേ. ഈ വെള്ളത്തിൻ്റെ ഇത് ഞാൻ കളിച്ചിട്ടില്ല. ഇതിൻ്റെ ലെവൽ എത്തിയിട്ടില്ല. ഇതിന് എത്രയോ ലെവൽ എത്തണം. ഓ ഷാർക്ക് നമ്മളെ കണ്ടാൽ തന്നെ കടിക്കാൻ വരും. പ്രാവശ്യം എന്താണെന്നാവോ ഷാർക്ക് മട്ടായതുകൊണ്ട്. ഇവിടെ ഇങ്ങനത്തെ ജന്തുക്കളെയൊക്കെ ഫസ്റ്റ് ഇങ്ങനത്തെ ജന്തുക്കൾ എല്ലാ ലെവലിലും ഉണ്ടാകും. ഇങ്ങനത്തെ ജന്തുക്കൾ അതിനൊക്കെ ആദ്യം ക്ലിയർ ചെയ്യണം. എന്നിട്ട് മതി നിങ്ങളെ എന്താ പറയുക കളി. ഈ സാധനമൊക്കെ വലിയ ലെവലിൽ കിട്ടുന്നത്. എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. കിട്ടി. ഒരു സോംബിയും കൂടി. ആ സോംബിനെയും കൂടി കിട്ടും. ഇതുവരെ മുട്ടപ്പൻ ഈ ആർമർ ഇട്ടിട്ട് കിട്ടി. ഓ ആദ്യമായിട്ട് പുതിയൊരു ലെവലിൽ കയറിയിട്ട് എല്ലാവരും പിടിച്ചു. പ്രോ പ്ലെയർ ആയി ഗൈസ്. കണ്ട വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യട്ടോ. ഇനി ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ചാൽ എല്ലാവരും പിടിച്ചു. ഇത് സോംബി വരുന്ന സമയത്ത് ഇത് ചെയ്യും. നമ്മളിതിൻ്റെ വയറ്റിക്ക് പോകണമെങ്കിൽ പെടും. ഇതാരായി എല്ലാവരും പിടിച്ചു ആദ്യമായിട്ട്.
നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിക്കാൻ നിൽക്കണ സമയത്ത് എല്ലാവരും കിട്ടും എളുപ്പത്തിൽ. അതാണ് അതിൻ്റെ ഒരു ഇത്. കണ്ടോ എനിക്കിപ്പോൾ ഒരുപാട് ഇതായി. ഇങ്ങനെയാണ് ഗെയിം. കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കളിക്കുക. എനിക്കിപ്പോൾ സോംബീസിനൊക്കെ ഇട്ടില്ലേ, അതിനൊക്കെ ഞാൻ ഇവിടെ ഇട്ടിങ്ങനെ കളിക്കും. ഇവിടെ ഒരുപാട് മിഷൻസ് ഉണ്ടാവും. ഈ മിഷൻസ് ഒക്കെ തീർത്താൽ നമുക്ക് നമ്മുടെ ലെവലപ്പ് ആവും. ഇതിപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് പൈ എക്യുപ്മെൻറ്റ് പിന്നെ ഇനി ഐറ്റം 360 269 320. ഇതിൽ ബോസ് ഉണ്ടല്ലോ, ആ ബോസിനെ കൊല്ലണം. ആരാ കണ്ടുപിടിച്ചത്? ദിവനാണോ ധവനാണോ? ദിവൻ കണ്ടുപിടിച്ചില്ലല്ലോ. ദിവൻ ഇത് നേരത്തെ കണ്ടുപിടിച്ചത്. ഈ വലയുടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വല വിട്ട് പോയിടിക്കും. മറ്റേ സിറിഞ്ച് ആർമർ ഇട്ടവനെ പിടിക്കാൻ പറ്റില്ല. സിറിഞ്ച് കണ്ടോ ഇങ്ങനെ ദൂരെ ഇത് ഇടുമ്പോൾ കുറച്ച് ഉപകാരം. ഇതിൽ ഒരുത്തുണ്ട്. ആ ഇതെന്താ അമ്പാ അടിപൊളി. ഇവന്റെ കണ്ടോ ഈ സാധനം കേട്ടോ. ആ സാധനം പൊക്കണ സമയത്ത് നമ്മൾ അടിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അയിമ കൊണ്ടിട്ട് ഇതാവും. ഇവിടെ നിൽക്കും, ഇവിടെയാണ് സാധനം. ഇപ്പോഴാണ് ഈ വലയുടെ കിട്ടിയില്ല. ഒരെണ്ണം മിസ്സായി. ശോകം കഥയായല്ലോ ഗൈസ്. ഇവിടെ ഒന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാം. എത്ര എണ്ണം വേണം ഇനി? ഒരു കുറച്ചുകൂടി മതി. മിസ്സിങ് ഇൻഗ്രീഡിയൻ്റ് പറയും ഇവിടെ. അതെ ആ ബോസിന് ഒന്ന് എന്തോ പറ്റുന്നു. പുതിയ ലെവലപ്പ് ചെയ്യാൻ മതി. എനിക്ക് റിപ്പയർ കിട്ടിയത് നീലഗോപുര സാധനം പിന്നെ ഈ സാധനം പിടിച്ചോടണ വേണ്ടി ഇവനാവില്ലേ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇവനെന്താ അൾട്രാ സ്പീഡോ? ഞാനിപ്പോൾ ഇത് അടിച്ചിട്ട് പോയത് തന്നെയല്ലോ. ഇങ്ങനെയൊന്നും ആറില്ല. ഇത് ആളല്ലേ? അല്ലല്ലേ. ഓ 4 പേര്. എനിക്ക് കഷ്ടമാണ്. ഇത്ര പെട്ടെന്ന് പോണതിനൊക്കെ ഈ വല ഇട്ട് പിടിക്കുന്നത്. അല്ലാതെ വല ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ ചില ജീവികൾ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ എനിക്ക് തല വിട്ടണം. ഇതുപോലെയാണ് ചുറ്റിക്ക് എറിയണത്. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം നമ്മൾ. അവൻ കാട്ടിലേക്ക് പോട്ടെ. ചെറിയൊരു ഹാങ് ഉണ്ടായി. എൻ്റെ അച്ഛനെ ഫോൺ നാശമായി തുടങ്ങി. എന്നാൽ കാട്ടിലേക്ക് പോന്നു. എനിക്ക് കാശ് വേണം അതിൻ്റെ. ഇവരെയൊക്കെ കൊണ്ടിട്ടാണ് പണി. അവിടെ സോംബിയാണ്. ഇവിടെ ഇതിട്ടാൻ വരും. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒരാളുണ്ട്. നമ്മൾ ഇതാരാന്നൊന്നും അറിയില്ല. അപ്പം ഇവിടെ ഒരു ട്രാപ്പ്. ഈ ട്രാപ്പിൻ്റെ ഉപയോഗം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ഹലോ പിന്നൊരു അപ്പം ഇവനെയും പിടിച്ചു. കണ്ടോ ഇങ്ങനെയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിണ്ടാവും വിചാരിക്കണോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡില്ലേ, ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വരും. വരാതെ ഒന്നും ഇരിക്കില്ല കേട്ടാ. വരും. അടുത്ത എപ്പിസോഡ് എന്തായാലും വന്നിരിക്കും. കാരണം എനിക്ക് ഈ ഗെയിം അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവനുണ്ട്. ഇവൻ നല്ല സ്പീഡ്, നല്ല പതുക്കി കയറും. പക്ഷെ ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് കിട്ടും. ഇതിനും അത് 20. ഇതിന് എത്ര എനിക്കറിയില്ല. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ മിസ്സിങ് ഇത് പറഞ്ഞില്ല. അതിന് ഇതൊന്നും അൺലോക്ക് ചെയ്ത. ഇതിപ്പോൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം എൻ്റെ അച്ഛൻ്റെ ഫോൺ ഹാങ്ങാണ്. ആ വടി നല്ല ഉപകാരമുള്ള സാധനമാണ്. അത് ശരിക്കും കൊടുക്കരുത് അധികം. പക്ഷെ ഞാനിപ്പോൾ കൊടുക്കുകയാണ്. എനിക്കിത് ഫുള്ള് പിടിക്കണം എല്ലാത്തിനും. കണ്ടോ അവിടെ ഒരു വവ്വാല് പറന്നു പോയതുകൊണ്ട് ആരെങ്കിലും കണ്ടോ.
വെച്ച് അടിയൊന്നും കാണിക്കില്ല. ആ സമയം കൊണ്ട് ആരെങ്കിലും ഓടിപ്പോയ പഴുതാവും. ഈ പർപ്പിൾ കണ്ടോ? ഞാൻ ബ്രെയിൻ ഈ പർപ്പിൾ എന്ത് ചെയ്യുന്നറിയോ? ബാക്കിയുള്ള സോംബീസൊക്കെ നമ്മളെ കണ്ടാലോ ഓടും. പക്ഷെ ഇവൻ എന്താ പറയാ, അവിടെ ബ്രെയിൻ ഇരിക്കുന്നുണ്ട്. ആ ബ്രെയിൻ തോടാൻ നോക്കും. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യില്ല. ഈ വവ്വാലിനൊന്നും എനിക്ക് ഇഷ്ടം തന്നെ അല്ല. ഈ വവ്വാല് വെറുതെ കൊല്ലുന്നു പിടിക്കണതിൻ്റെ ഇടയിൽ പുഴുവും വരും. എല്ലാത്തിനും പോടാ പോടാ പോടാ. ഇതാണ്ട് ആർമേഡ് ഇവൻ ചുറ്റിക്കെടുത്ത് അറിയും. എൻ്റെ തലയിൽ ചുറ്റി കണ്ടോ? പക്ഷെ അതൊന്നും പ്രശ്നമല്ല അവനെ പിടിക്കാൻ. കണ്ടോ, എൻ്റെ നല്ല പവറുള്ള ഇതാണ്. ഇടുന്ന സാധനത്തിൻ്റെ മോഡൽ മറ്റേ എത്രയാണ്? മോഡൽ 2 ആണ്. മോഡൽ 1 ഇത്ര പവർ കിട്ടില്ല. എന്നാലും ഫുൾ പവറിലിട്ടാൽ 2 വീതം എന്തോ പോവും. ഡസ്റ്റ്ബിന്നിൽ ഇട്ട് വരുന്നവന് എനിക്കെല്ലാം ഡസ്റ്റ്ബിന്നിൽ ഇട്ട് വരുന്നവന്. നോർമൽ ആൾക്കല്ല. നോർമൽ ആൾ ഒരു വീഡിയോ വെച്ചാൽ മതി. ഇത് ഞാൻ ബോസ് എൻഡർ ലെവൽ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ അടിക്കാൻ പറ്റും. യെസ് ക്യാച്ച് ബോസ്. കുറച്ച് പൊന്തിച്ച് കുറച്ച് കഴിച്ചിട്ട് ഇതിന് പിടിക്കാൻ ഭയങ്കര പാടാണ്. പന്നിയുടെ ബാക്കിൽ 2 കണ്ടില്ല. കുറച്ച് കഴിച്ച് കുറച്ച് കുത്തി വീണ്ടും പന്നി പന്നി ഉള്ളടാ. പ്ലീസ് പ്ലീസ്. പിടിച്ചു, ബോസിനെ പിടിച്ചു. സന്തോഷായി. ഇവിടെ പോയ എന്താ ഉപകാരം പിന്നെ? നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക വേണമെങ്കിൽ. എന്തിനു വേണമെങ്കിലും കൊടുക്കാന്നാണോ ബോസിന്? ബോസിന് ഇല്ലാത്തതിലൊക്കെ ആഡ് ചെയ്യാന്നാണോ? ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇവനുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. മിസ്സിങ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇവർക്ക് പറ്റുമോ? ഇല്ല, മിസ്സിങ് ഇൻഗ്രീഡിയൻസിന് ഇവല്ല. കാരണം ഇത് ഇവരുടെ ബോസാണ്, സാമ്പിളുടെ ബോസ്. നമുക്ക് എന്താണ് മിസ്സിങ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്? ഇത് ഇത്രയും പേർക്ക് കൊടുക്കാൻ പറ്റും. ഇത് മതി, വേറൊന്നും വേണ്ട. ഈ സോംബി വേണം. ഇത് ബോസാണ്. എന്തിനാ കൊടുക്കുക? ഇതിന് കൊടുത്താലോ 1200 പ്രോഫിറ്റ് കിട്ടും. വേണം, ഇതിന് കൊടുക്കാല്ലേ? ഇവര് നല്ലൊരു ഇതായിരുന്നു. കൊടുക്കാം. ഈ സോംബിനൊക്കെ മതി. അല്ല, ഇനി ആ ബോസിനെ ഹണ്ട് ചെയ്യാൻ പറ്റും. ഒരേ ബോസിന് തന്നെ. എന്നാൽ ഇനി അടുത്ത എപ്പിസോഡിലാതെ തന്നെ, ഇനി എല്ലാ എപ്പിസോഡിലാതെ തന്നെ ഗോൾ വെച്ചാലോ? ഇതിലാ ബോസിനെ ഹണ്ട് ചെയ്ത് 20 ലെവലായി. ബോസിനെ ഹണ്ട് ചെയ്യാം. ഇവനെ ഫസ്റ്റ് ട്രൈയിൽ എന്ത് കഷ്ടമായിരുന്നു അറിയോ ഗൈസ്? ഒരു സോംബിനെ പിടിക്കാൻ പോലും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? ഇത് ഇവിടെ ഇന്നത്തെ ഇതുണ്ട്, ക്യാച്ച് സോംബി ട്രാപ്പ്. അത് പറ്റും. ഞാൻ 12 പ്രാവശ്യം ഇത് വിളിച്ചാണ്. അത് ഞാൻ സെറ്റ് ചെയ്തു. എത്ര നേരം? ഓക്കെ, അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് കുറച്ച് എളുപ്പം. ഇത് കുറച്ച് ആൾക്കാരും ഉണ്ടാകും. ഫീഡ് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കണം, പക്ഷെ പിടിക്കരുത്. പൊട്ടന്മാരെ വന്ന് വെറുതെ വന്നാൽ തിന്നാ പോരാ. എനിക്ക് മര്യാദക്ക് എന്നെ കണ്ട് പേടിച്ചു പോകണം. എനിക്ക് ഒറ്റ അടി ഈ ഇത് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. കാണരുത്. അങ്ങോട്ട് തിരിഞ്ഞിക്ക്.
പക്ഷെ ജമ്പ് ഇതൊക്കെ കാണും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തരുമ്പോ അവര് തിന്നാതെ പോവാ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടിട്ട്. ഓക്കെ, എനിക്കൊരു ഐഡിയ തന്നു. 1 2 3 ഉള്ളാൻ തന്നെ നിങ്ങൾക്ക് ആരാണെങ്കിലും ഒരു സോമ്പി തിന്നരുത്, വ്യത്യസ്ത സോമ്പികൾക്ക് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഫുഡ് എന്തിനാണ് തന്നത്? എൻ്റെ ഫുഡ് തിരിച്ചു കാണാൻ പോയി. അങ്ങനെയാണെങ്കിൽ പറ്റില്ല ഗൈസ്, അത് നമുക്ക് ഈ മിഷൻ ചെയ്യേണ്ടതാണ്, ഉറപ്പാണ്. ആരെങ്കിലും ഈ ഗെയിം കയറ്റാൻ ആഗ്രഹിക്കണമെങ്കിൽ എൻ്റെ കണ്ട് കയറ്റിക്കോ. കിടക്കാച്ച ഗെയിമാണ് ഞാൻ പറയുക. കൊടുക്കും 2 ബോസിന് മിസ്സിങ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ബോസിനെ ഉണ്ട്. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഗൈസ്, ബൈ ഗൈസ്, സീ യു ലൈറ്റർ. 16 മിനിറ്റേ ഉള്ളൂ.